നമ്മൾ ഈ റമദാൻ മാസത്തിൽ നോമ്പ് വലിക്കണം എന്തിനു വേണ്ടിയിട്ടാ? ഇതിനു വേണ്ടിയിട്ടാ നമ്മളപ്പോൾ നാട്ടിലിപ്പോൾ എനിക്ക് തോന്നുന്നു നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ രാത്രിനെ പകലാക്കുക, പകലിനെ രാത്രിയാക്കുക, അത്രേ ഉള്ളൂ. പകൽ തിന്നണ മുഴുവൻ രാത്രി നിന്നിട്ട് പകൽ പട്ടിണി എടുക്കുക. അതല്ലല്ലോ ശരിക്കും നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മീയമായി ഉയർന്നതിനോടൊപ്പം നമ്മളെ ശരീരം ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരം കൂടിയല്ലേ, അല്ലേ? ആണോ? അതെ. നമ്മൾ ആന്തരിക അവയവത്തിനും നമ്മളൊരു റെസ്റ്റും കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു മാസമെങ്കിലും നമ്മൾ കുറച്ച് റെസ്റ്റ് കൊടുക്കണം. നമ്മൾ കൈ കടഞ്ഞാൽ നമ്മൾ കൈക്ക് റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കുടൽ കടഞ്ഞാൽ നമ്മൾ കുടലിന് റെസ്റ്റ് കൊടുക്കണ്ടോ? വേണ്ടേ? കൊടുക്കണ്ടേ? അപ്പോൾ ഒരു മാസം കുറച്ച് കുറവ് കഴിക്കുക. പിന്നെ അത് മാത്രമല്ല, നോമ്പിൻ്റെ ഉദ്ദേശം എന്താ? നമുക്ക് വിശക്കുന്നവരുടെ വേദന അറിയണം, അല്ലേ? പിന്നെ നമ്മുടെ സഹനശക്തി കൂട്ടാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് നോമ്പുണ്ടായിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് കുറ്റിച്ചിറ വൈബ്, ദുബായിൽ കരാമ വൈബ്, രാത്രി നടന്ന് തിന്നുക. പിന്നെന്താ, എങ്ങനെ നമുക്ക് ശരീരത്തിനൊരു പരിശുദ്ധി കിട്ടുമോ? നമ്മൾ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളാണ് ഈ കാണുന്നത്. വെള്ളം, ഈത്തപ്പഴം, ഫ്രൂട്ട്സും. ഇത് ഒരാൾക്കുള്ളതല്ല കേട്ടോ, 4 ആൾക്കുള്ള ഫ്രൂട്ട്സാണ്. അധികം വെള്ളമൊന്നും കുടിക്കണില്ല, ഒത്തിരി വെള്ളം കുടിക്കണുള്ളൂ കേട്ടോ. നമുക്ക് പൊരിച്ച കടിയുടെ പരിപാടിയൊന്നുമില്ല. നോമ്പിറക്കുമ്പോൾ അത് തിന്നും. അത് നിസ്കാരം കഴിഞ്ഞാൽ നേരെ ചായ കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത്താഴത്തിന് ഒരു ജ്യൂസോ 2 ഈത്തപ്പഴം, ഇത്തിരി നട്ട്സും, അത്രേ ഉള്ളൂ.